സാധാരണ എവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ എത്രയാണ് മോഷണം നടന്നത്, എത്രയാണ് നഷ്ടപ്പെട്ടത്, ഇങ്ങനെ ഒരു കണക്കുണ്ടാവാറുണ്ട്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും ദിവസമായി എത്രയെത്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോഴും തിട്ടമില്ല. എത്ര സ്വർണ്ണമാണ് പോയത്, എത്ര അയ്യപ്പസ്വാമിയുടെ എത്ര സ്വത്താ പോയതെന്ന് കൃത്യമായി പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല. ഇതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതാണ് ഇപ്പം തന്നെ രണ്ടാമതൊരു റിപ്പോർട്ട്. എന്തേ ആദ്യത്തെ റിപ്പോർട്ടിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല? അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കട്ടത് ദേവസ്വം ബോർഡാണെന്നേ. കട്ടത് ദേവസ്വം ബോർഡാകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിൽ എങ്ങനെ എല്ലാവരെയും അവർക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും? ഇപ്പം രണ്ടാമത് റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു, SIT ഉണ്ടായിരിക്കുന്നു, SITയുടെ അന്വേഷണം നടക്കുന്നു. നിവൃത്തിയില്ലാതെ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ആശങ്ക കൂടിയതല്ലാതെ ആശങ്ക കുറയുന്നില്ല. കാരണം ഭീകരമാകുകയാണ് ഈ സ്ഥിതിവിശേഷം. കട്ടുപോയ സ്വർണത്തിന് കണക്കില്ല. കൊണ്ടുപോയ കട്ടിളയ്ക്ക് തൂക്കമുണ്ട്, മത്സരമുണ്ട്. തിരിച്ചവിടെ കൊണ്ടുവന്ന് ഈ കട്ടിള വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്നത്തെ ടാഗ്ലൈൻ തന്നെ അതാണല്ലോ, കട്ടിളയും പോയത്. കട്ടിളയല്ല, അതിനപ്പുറത്ത് കട്ടിള കഴിഞ്ഞാൽ കടന്നു ചെല്ലുന്നത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനകം. തിരിച്ചു വന്ന കട്ടിളയുടെ തൂക്കം രേഖപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ മഹസറില്ല എന്ന് പറയുമ്പോൾ എവിടെ ചെന്നെത്തി നിൽക്കുന്നു ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷനും ഭരണമൊക്കെ തന്നെ. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ തുടക്കത്തിൽ തൊട്ട ഒരു കാര്യം പറഞ്ഞത്. ഇത് കേവലം 2018, 19 തൊട്ട് 2020, 25 തൊട്ടുള്ള വരെയുള്ള പ്രശ്നമല്ല സ്മൃതി. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. UDFിൻ്റെ കാലത്തുൾപ്പെടെ ഈ മോഷണമാണെന്ന് അവിടെ നടക്കുന്നത്. അവിടെ മോഷണം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് മനസ്സിലാക്കിയ കോടതിയാണ് UDFിൻ്റെയും LDFിൻ്റെയും ദേവസ്വം ബോർഡുകളുടെ ഭരണം കണ്ട് മടുത്തിട്ടാണ് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഒരു ജില്ലാ ജഡ്ജിയെ ഇടയ്ക്ക് നിയമിക്കേണ്ടി വന്നത്. അത്ര ജില്ലാ ജഡ്ജിയുടെ സർവൈലൻസിലുള്ള നിരീക്ഷണത്തിലുള്ള ക്ഷേത്രത്തിലാണ് ഈ കൊള്ളയും നടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ UDF ആയാലും LDF ആയാലും കാലാകാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ പണം മോട്ടിച്ചുകൊണ്ട് പോയ ദേവസ്വം ബോർഡ് നേതാക്കളാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? കേരളത്തിലെ 50% വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അവരുടെ ആരാധനാലയത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളായിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഇവരുടെ ഈ ആരാധനാലയങ്ങളല്ലാതെ വേറെ ആരുടെയെങ്കിലും ആരാധനാലയത്തിൽ നടക്കൂ? ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ പണി എന്താണെന്നേ? ഈ ദേവസ്വം ബോർഡ് എന്തിനാ പിന്നെ